അടുത്തതായിട്ട് എന്തൊക്കെ മേജർ ഫാക്ടേഴ്സാണ്, ആ മേജർ ഫാക്ടറിൽ എബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഓരോ ലിവിങ് ഓർഗാനിസത്തിനെയും അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ കീ എലമെൻറ്റ്സ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ കീ എലമെൻറ്റ്സ്. സോ മേജർ എബയോട്ടിക് അഥവാ നോൺ ലിവിങ് ഫാക്ടേഴ്സ്, ഓരോ ഓർഗാനിസത്തിനും വേണ്ട എബയോട്ടിക് അഥവാ നോൺ ലിവിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെയാണ് ടെമ്പറേച്ചർ. സോ ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ അതിൻ്റെ അഡാപ്റ്റബിലിറ്റീനെ, അതിൻ്റെ എല്ലാ പ്രോസസ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇക്കോളജിക്കലി റെലവൻറ്റ് എൻവയോൺമെൻറ്റൽ ഫാക്ടർ. എൻവയോൺമെൻറ്റിലുള്ള, പരിതസ്ഥിതിയിലുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. സോ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾനെസ്, ഒരു സബ്സ്റ്റൻസിൻ്റെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾനെസ്, അതാണ് ടെമ്പറേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ഊഷ്മാവ്. സോ ആ ടെമ്പറേച്ചർ എൻവയോൺമെൻറ്റൽ ഫാക്ടറിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇക്കോളജിക്കലി എന്ന് പറയുന്നത്. സോ ഇക്കോളജിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ ഓൺ ലാൻഡ്, ഒരു ലാൻഡിൽ ആവറേജ് ടെമ്പറേച്ചർ സീസണലി മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല. സോ സീസൺ വൈസ് ആയിട്ട് ടെമ്പറേച്ചർ മാറിക്കൊണ്ടേയിരിക്കും. സോ ആവറേജ് ടെമ്പറേച്ചർ ഓരോ സീസണിലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആവറേജ് ടെമ്പറേച്ചർ ഓൺ ലാൻഡിൽ നോക്കിയാണെങ്കിൽ വാരീസ് സീസണലി. അത് പറയുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഇറ്റ് ഡിക്രീസസ്, കുറഞ്ഞുകൊണ്ടേ വരും, പ്രോഗ്രസീവ്ലി ഡിക്രീസ് ചെയ്യും. എവിടെ തൊട്ട് എവിടെ വരെ? ഫ്രം ഇക്വേറ്റർ ടു പോൾ. സോ ഇക്വേറ്ററിൽ നിന്ന്, ആ ഭൂമധ്യരേഖയിൽ നിന്ന് പോൾ റീജിയനിലേക്ക് പോകും തോറും ഈ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അത് പ്രോഗ്രസീവായിട്ട് ഡിക്രീസ് ചെയ്യും. അതാണ് നമ്മൾ പോൾ റീജിയനിലേക്ക്, പോളാർ റീജിയനിലേക്ക് ഭയങ്കര തണുപ്പ് എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ടെമ്പറേച്ചർ കുറയുക എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുക എന്നർത്ഥം. സോ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് എത്തും തോറും ആ മൂവിങ്, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് എത്തുന്ന ആ റീജിയനിലേക്ക് എത്തുമ്പോഴേക്കും, ഭൂമധ്യരേഖയിൽ നിന്ന് പോൾ റീജിയനിലേക്ക് എത്തുമ്പോഴേക്കും ആ ടെമ്പറേച്ചർ പ്രോഗ്രസീവായിട്ട് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പ്ലെയിൻ റീജിയനിൽ നിന്ന് മൗണ്ടൻ ടോപ്പിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറഞ്ഞു വരും. സോ പ്ലെയിൻ റീജിയനിൽ നിന്ന് മൗണ്ടൻ ടോപ്പിൽ എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ കുറയും. ഇക്വേറ്ററിൽ നിന്ന് പോൾ റീജിയനിലേക്ക് എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ പ്രോഗ്രസീവായിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. എവിടെ നിന്നോട്ട്? ഇക്വേറ്റർ ടു പോൾ ആൻഡ് പ്ലെയിൻ റീജിയൻ ടു മൗണ്ടൻ ടോപ്സ്. ടെമ്പറേച്ചർ പ്രോഗ്രസീവായിട്ട് കുറയുന്നു. സോ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും ഈ പോളാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ, പോളാർ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പോൾ റീജിയൻ, അവിടെയൊക്കെ ടെമ്പറേച്ചർ സബ് സീറോ ലെവൽ വരെ, സീറോനേക്കാളും താഴത്തെ ലെവൽ, സോ -डिग्री അതിലേക്കൊക്കെ പോകും. സോ -5, -10, -15 അങ്ങനെ -°C ടെമ്പറേച്ചർ പോളാർ ഏരിയയിലൊക്കെ പോകും. സോ അതാണ് നമ്മളുടെ ധ്രുവ പ്രദേശങ്ങൾ, തണുപ്പുള്ള അതിശൈത്യമുള്ള സ്ഥലങ്ങൾ. സോ പോളാർ ഏരിയയിലേക്ക് സബ് സീറോ ലെവൽ, സീറോനേക്കാളും താഴെ -डिग्री അതുപോലത്തെ ഒരു ടെമ്പറേച്ചർ ലെവലായിരിക്കും ഉണ്ടാവുക. സോ അവിടെ കാണുന്നത്, അവിടെ ആ ടെമ്പറേച്ചർ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ഒക്കെ ആയിരിക്കും അവിടെ കാണുക. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഡെസേർട്ടുകളിൽ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരുഭൂമി, അങ്ങനെ ട്രോപ്പിക്കൽ ഡെസേർട്ടുകളിലെ ടെമ്പറേച്ചർ എസ്പെഷ്യലി സമ്മറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടു മോർ ദാൻ 50°C, ഹൈ ആൾട്ടിറ്റ്യൂഡ് ടു മോർ ദാൻ 50°C കൂടുതൽ ടെമ്പറേച്ചർ, അവിടെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ആ ചൂട് കൂടുകയാണ്. ട്രോപ്പിക്കൽ ഡെസേർട്ടുകളിൽ മോർ ദാൻ 50°C, ഹൈ ആൾട്ടിറ്റ്യൂഡ് തൊട്ട് മോർ ദാൻ 50°C കൂടുതൽ, അത്രയ്ക്ക് ചൂടായിരിക്കും എന്നാണ് അർത്ഥം. ട്രോപ്പിക്കൽ ഡെസേർട്ട് സമ്മറിലൊക്കെ ആകുമ്പോൾ അത്രയും മോർ ദാൻ 50°C മേലെ സമ്മറിലൊക്കെ പോകും. ഇനി തെർമൽ സ്പ്രിങ്ങുകളിലൊക്കെ നമ്മൾ ഭയങ്കര എക്സ്ട്രീം ഹാർഷ് ഹാബിറ്ററ്റുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തെർമൽ സ്പ്രിങ്ങുകളിലും ഡീപ് സീ ഹൈഡ്രോ തെർമൽ വെൻറ്റുകളിലൊക്കെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതലാണ്. നോക്കിയേ, മോർ ദാൻ 100°C, 100°C ടെമ്പറേച്ചർ കൂടുകയാണ്. അത്രയും ചുട്ടുപഴുത്ത സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ തെർമൽ സ്പ്രിങ്ങുകളും ഡീപ് സീ ഹൈഡ്രോ തെർമൽ വെൻറ്റുകളും.
മോർ ദാൻ 100 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒന്ന് ഊഹിച്ചൊക്കെ എത്രമാത്രം ടെമ്പറേച്ചർ ഹൈ ആണ്. പക്ഷേ അവിടെയും സർവൈവ് ചെയ്യുന്ന, അവിടെയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് മാംഗോ ട്രീ, നമ്മുടെ ഇവിടെ കാണുന്ന മാംഗോ ട്രീ, അത് ഒരു ടെമ്പറേറ്റ് കൺട്രീസിലൊന്നും കാണില്ല. ഫോർ എക്സാമ്പിൾ കാനഡ, ജർമ്മനി, അങ്ങനെ തണുപ്പ് രാജ്യങ്ങളിലൊന്നും ഈ പറഞ്ഞ മാംഗോ ട്രീനെ കാണാൻ പറ്റില്ല. ബിക്കോസ് അവിടെ അവർക്ക് ആ മാംഗോ ട്രീ അങ്ങനത്തെ ക്ലൈമാറ്റിക് ടെമ്പറേറ്റ് കൺട്രീസ്, അങ്ങനത്തെ ആ കോൾഡ് അങ്ങനത്തെ ക്ലൈമാറ്റിക് സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ മാംഗോ ട്രീക്ക് വളരാൻ പറ്റില്ല. അതുപോലെ തന്നെ ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ, കേരളത്തിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ മാംഗോ ട്രീനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്നോ ലിയോപോഡിനെ നമുക്ക് കേരള ഫോറസ്റ്റിലൊന്നും തന്നെ അതിനെ കാണാൻ പറ്റില്ല. അവർക്ക് ഭയങ്കര തണുപ്പുള്ള ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വളരുള്ളൂ. സ്നോ ലിയോപോഡ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ കേരള ഫോറസ്റ്റ്. അതുപോലെ തന്നെ ട്യൂണ ഫിഷ് എന്ന് പറയുന്നത്, ഈ ട്യൂണ ഫിഷിനെ നമുക്ക് ഈ പറഞ്ഞ ഓഷ്യൻ്റെ ഒരു ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂണ ഫിഷിനെ നമുക്ക് കിട്ടില്ല. സോ റെയറായിട്ട് മാത്രമേ നമുക്ക് ഈ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്, ഓഷ്യനിലെ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ് കഴിഞ്ഞതിന് ശേഷം, ബിയോണ്ട് ദ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ഓഷ്യൻ, റെയറായിട്ട് മാത്രമേ നമുക്ക് ഈ ട്യൂണ ഫിഷിനെ കിട്ടുകയുള്ളൂ. സോ ഓരോ പെർട്ടിക്കുലർ റീജിയനിൽ, സ്പെസിഫിക് ആയിട്ടുള്ള റീജിയനിൽ മാത്രം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ഉണ്ട്. അതാണ് അവിടെയൊക്കെ ഈ ടെമ്പറേച്ചറാണ് ആ ഓർഗാനിസത്തിൻ്റെ അവിടെ അഡാപ്റ്റ് ചെയ്യുന്ന എബിലിറ്റീനെ തീരുമാനിക്കുന്നത്. സോ ടെമ്പറേച്ചർ ഒരു ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ വേറെ ഇത് പറയണേ, ടെമ്പറേച്ചർ എഫക്റ്റ് എൻസൈം കൈനറ്റിക്സ് ത്രൂ ബേസൽ മെറ്റബോളിസം ആൻഡ് ആക്ടിവിറ്റി ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. എങ്ങനെയാണ് ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ എഫക്റ്റ് എൻസൈം കൈനറ്റിക്സ്. അതായത് എൻസൈമുകൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറാണ് വേണ്ടത്. ഒരിക്കലും ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിനേക്കാളും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എൻസൈംസ് ഒക്കെ ഡീനേച്ചേർഡ് ആവും തുടങ്ങും. അതേസമയം ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻസൈംസ് ഒക്കെ കൊയാഗുലേറ്റ് ചെയ്യും, വർക്ക് ചെയ്യില്ല, കറക്റ്റ് ഫങ്ഷൻ കാണിക്കില്ല. സോ എൻസൈമുകൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആവശ്യമാണ്. സോ ഈ ടെമ്പറേച്ചർ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? എൻസൈം കൈനറ്റിക്സിനെ എഫക്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലെ ബേസൽ മെറ്റബോളിസത്തിലൂടെ, അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റി ആൻഡ് അതുപോലെ അതിൻ്റെ ഓർഗാനിസത്തിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ. സോ എൻസൈം കൈനറ്റിക്സ് തന്നെ ആ ഓർഗാനിസത്തിൻ്റെ ബേസൽ മെറ്റബോളിസം, ആക്ടിവിറ്റി ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസിലൊക്കെ സഹായിക്കുന്ന എൻസൈമിന് ടെമ്പറേച്ചറിൻ്റെ ഇതനുസരിച്ചാണ് നടക്കുക. സോ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ മെറ്റബോളിസം, ആക്ടിവിറ്റി ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ നടക്കും. ആ ടെമ്പറേച്ചർ ഒപ്റ്റിമം അല്ലെങ്കിൽ നടക്കില്ല. സോ എൻസൈം കൈനറ്റിക്സിന് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഇനി ചില ഓർഗാനിസത്തിന് ഒരുപാട് ഹൈ ലെവൽ ഓഫ് ടെമ്പറേച്ചറിന്, വൈഡ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ വളരെ കുറച്ച് ഓർഗാനിസത്തിന് മാത്രമേ വൈഡ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് യൂറി തെർമൽ. സോ യൂറി തെർമൽ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഏത് വൈഡ് റേഞ്ച് ആണെങ്കിലും ആ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ കഴിവുള്ള ആ ഓർഗാനിസമാണ് യൂറി തെർമൽ. സോ വൈഡ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചർ ടോളറൻസിനെയാണ് യൂറി തെർമൽ. അങ്ങനെ യൂറി തെർമൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫറെൻറ്റ് ലെവലിലുള്ള വൈഡ് റേഞ്ചിലുള്ള ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിളാണ് സൈക്ലോപ്സ്, ടോഡ്, വോൾ ലിസാർഡ് ആൻഡ് മാൻ. സൈക്ലോപ്പ്, ടോഡ്, വോൾ ലിസാർഡ് ആൻഡ് മാൻ, ഇവരൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? യൂറി തെർമൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. ടെമ്പറേച്ചർ വൈഡ് റേഞ്ചിൽ വരെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ മെജോറിറ്റി ഓർഗാനിസംസും ഒരു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെയാണ് ടോളറേറ്റ് ചെയ്യുന്നത്. ഒരു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യുന്ന ആ മെജോറിറ്റി ഓഫ് ഓർഗാനിസം ഏത് കാറ്റഗറിയിൽ പെടുന്നത്? സ്റ്റീനോ തെർമൽ.
സോ സ്റ്റീനോതെർമൽ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ടു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ആ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റീനോതെർമൽ. അങ്ങനെയുള്ള ഓർഗാനിസം സ്റ്റീനോതെർമൽ ഓർഗാനിസം പറയും. കൂടുതലും കാണപ്പെടുന്നത് സ്റ്റീനോതെർമൽ കാറ്റഗറിയിലുള്ള ഓർഗാനിസംസ് ആണ്. എക്സാമ്പിൾ കോറൽസ്, സ്നെയിൽസ്, അതുപോലെ ചില ഫിഷസ്, സം ഫിഷസ് ആൻഡ് സ്നേക്സ് ആൻഡ് പാം. പ്ലാന്റ്സിലാണ് പാംസ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ സ്റ്റീനോതെർമൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾ. നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇതാണ് സ്റ്റീനോതെർമൽ. വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് യൂറി. ആൻഡ് യൂറി ആൻഡ് സ്റ്റീനോ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമുകളാണ് ഫോർ വൈഡ് ആൻഡ് ഫോർ നാരോ എന്നുള്ളതിൽ. ഇനി നമ്മൾ ഈ തെർമൽ ടോളറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ സ്പീഷീസിനും അതിൻ്റേതായ ടെമ്പറേച്ചർ ടോളറൻസ് ഉണ്ട്. സോ ഓരോ സ്പീഷീസിൻ്റെയും ടെമ്പറേച്ചർ ടോളറൻസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത്, അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് പറയുന്നത് തെർമൽ ടോളറൻസ്. ഓരോ ഓർഗാനിസം അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ തെർമൽ ടോളറൻസ് ഡിറ്റർമിൻസ് ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. സോ തെർമൽ ടോളറൻസ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യും? ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. സോ തെർമൽ ടോളറൻസ് അനുസരിച്ചിരിക്കും ഓരോ ഓർഗാനിസം ഏത് ജിയോഗ്രാഫിക്കൽ ഏരിയയിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുക, എവിടെയാണ് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ ടെമ്പറേച്ചർ ടോളറൻസ് അഥവാ തെർമൽ ടോളറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഈ വരുന്ന ഈ റീസെൻ്റ് ആയിട്ടുള്ള വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് നമ്മൾ ഒരു ഏറ്റവും വലിയൊരു കൺസേൺ ആണ് എന്ത്, ഗ്രാജ്വലി ഈ ടെമ്പറേച്ചർ ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ ഇനി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഗ്രോയിങ് കൺസേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ ഓരോ വർഷം കൂടുമ്പോഴും ഈ പറഞ്ഞ ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിക്കൂടി വരികയാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് വലിയൊരു കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. സോ ഇതിങ്ങനെ തന്നെ ഈ ടെമ്പറേച്ചർ ഇൻക്രീസിങ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് അതിനെ ബാധിക്കും. അതായത് ഒരുപാട് സ്പീഷീസിനെ ഇത് ഈ പറഞ്ഞ ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസ് ഒരുപാട് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഒരുപാട് സ്പീഷീസിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.